ഗിഞ്ചുവിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു സാഡേ ആയിട്ടുള്ള ദിവസമാണ്. എൻ്റെ കൂടെ എൻ്റെ ചേട്ടായി ആണെങ്കിൽ ഫുട്ബോൾ കളിച്ചാണ്. എൻ്റെ അനിയൻ്റെ കൂടെയൊക്കെ ഫുട്ബോൾ കളിച്ചാണ്. ആ വെള്ളം ഒഴിക്കുന്ന സ്ഥലത്ത് പോയിട്ടൊന്ന് തെന്നി വീണു. കൈയുടെ കുഴ തെറ്റിപ്പോയി. അപ്പോൾ നമ്മളെ കൈ കുഴ തെറ്റിപ്പോയിട്ട് തിരുമുന്ന ആളുടെ അടുത്തിട്ട് നമുക്ക് തിരുമ്മിയിട്ട് ഈ കുഴ വലിച്ചിട്ടിട്ട് ഇപ്പം കെട്ടി വെച്ചേക്കാണ് കേട്ടോ. കയ്യെ ഇങ്ങനെയുണ്ടോ? വേദന ഉണ്ടോടാ? കുറച്ച് വേദന ഉണ്ട്. എന്നാ പറഞ്ഞത്? അത് എക്സ്റേ എടുത്തിട്ട് 2 ദിവസം കഴിയുമ്പോ കെട്ടിയിട്ടുണ്ട്. ഇനി 2 ദിവസം കഴിയുമ്പോ വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിക്കും. അതുവരെ എണ്ണ ഒഴിക്കണം അല്ലേ? എണ്ണ ഒഴിക്കാനാ പറഞ്ഞേക്കുന്നത്. എക്സ്റേ എടുത്തിട്ട് കൈയുടെ കുഴ തെറ്റിയതേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ എന്നല്ലേ പറഞ്ഞേ? എന്തായാലും ഒരാഴ്ച കട്ട പോസ്റ്റായിട്ടിരിക്കട്ടെ അല്ലേടാ? സ്കൂളിൽ പോകണ്ടല്ലോ അല്ലേ? എക്സാം അല്ലേ? നാളെ ഏതാ എക്സാം? മലയാളം വരുന്നത് മാറ്റി വെച്ചു. പിന്നെ നാളത്തെ കഴിഞ്ഞേ ഉള്ളൂ. നാളെ പിന്നെ എക്സാം ഒന്നും ഇല്ല. നിനക്കോ? അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ പോകണം അല്ലേ? നിങ്ങൾക്ക് അടുത്ത തിങ്കളാഴ്ചയാണ് PTO എക്സാം തുടങ്ങുന്നത്. നിന്നോട് മര്യാദയ്ക്ക് കളിക്കരുത്, ഇങ്ങനെ നോക്കി ശ്രദ്ധിച്ച് കളിക്കണം എന്ന് പറയുന്നല്ലേ? ഫോണിനകത്ത് പഠിക്കുവാനോടാ? ഇനി സൈലത്തിനകത്ത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. പരീക്ഷ എഴുതുന്നതിലേ പഠിച്ചാൽ കുഴപ്പമില്ല. ടീച്ചർ പറഞ്ഞ് പിന്നെ എഴുതിപ്പിക്കാന്ന്. ടീച്ചറെ അന്ന് ഏത് ടീച്ചറാണ് കണ്ടേ ഹോസ്പിറ്റലിൽ വെച്ചിട്ട്? ഇംഗ്ലീഷ് ടീച്ചർ കണ്ടായിരുന്നല്ലേ? എന്തായാലും പരീക്ഷ വലത് കൈയാണ്, നമുക്ക് നോക്കാം. വേദന കുറയുന്ന എഴുതാം. വേദന കൂടുതലായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ 3 ദിവസം അയച്ചു കിട്ടിയില്ലേ? അയച്ചു കിട്ടാൻ പോയായിരുന്നു. അപ്പോൾ അയച്ചു കിട്ടിയിട്ട് നമ്മൾ കയ്യിൽ ബാഗൊക്കെ വെച്ച് ആ ബാഗ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വേദന കുറവുണ്ടോ? ഭയങ്കര കട്ടുകഴപ്പാ. വേദന ഒന്നുമില്ല, ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കെട്ടിയുണ്ട്. എണ്ണ ഒഴിച്ചാൽ മതി. അകത്തെന്തോ മണല് പോലത്തെ മരുന്നൊക്കെ തേച്ച് വെച്ചിട്ട് എന്തോ ഒരു മരുന്നൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടല്ലേ? ഇനി വെള്ളിയാഴ്ച ഒന്നും കൂടെ പോകണം. വെള്ളിയാഴ്ച അഴിച്ചു കെട്ടുമെന്ന് പറഞ്ഞില്ല അല്ലേ? ഇങ്ങനെ ഒന്നും കൂടെ കെട്ടും. ജസ്റ്റ് നീര് പറയാൻ വേണ്ടി കെട്ടുമെന്ന് കണ്ട് പറഞ്ഞു. നമ്മുടെ പന്നിയാറുകൂട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താ അല്ലേ? ബാക്കി 2 അടച്ചിട്ടേക്കായിരുന്നു. അതുകൊണ്ട് രാജാക്കാട് 2 പോയായിരുന്നു, അവിടെ 2 ഇല്ലായിരുന്നു. ചോറിയമ്മാക്കലും കുന്നും 2 അടച്ചിട്ടുണ്ട്. വേറെ ഏതോ ഒരു പുള്ളിയുടെ ഒരു ബേക്കറിയുടെ പുറകിലിരിക്കുന്നു. പിന്നെ ഈ എണ്ണ കേട്ടോ ഇടയ്ക്ക് ഒഴിക്കാൻ പറയുന്നത് മുറിവെണ്ണ എന്ന് പറഞ്ഞു. ഇതിവിടെ ഒരു കുപ്പി ഇരിപ്പുണ്ട്. അത് പിന്നെ ഇച്ചിരി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പുതിയത് മേടിച്ചു. ആ വെള്ളം ഒഴുകുന്ന സ്ഥലത്തൊന്ന് ഇവിടെ ഈ മഴ ആയതുകൊണ്ട് ഉറവുണ്ട്. അപ്പൊ ഇവിടെ തെന്നി വീണതാ. ഇങ്ങനെ അങ്ങ് ഓടി ബോളെടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ അങ്ങ് പോയി കൈ കുത്തിയപ്പോൾ വരാം. അപ്പോൾ ഗൈസ്, വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നീരൊക്കെ കുറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കിയായിരുന്നു. അപ്പം നീരൊക്കെ ഏകദേശം കുറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഇത് അഴിക്കാൻ പോവാണ്. ഇത് നമ്മളിവിടെ ഒരു പിന്ന് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് കണ്ടില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കയ്യൊക്കെ ഒന്നും അനക്കാൻ പറ്റാതെ ഇരുന്നിട്ട് നീരെ കുറഞ്ഞല്ലേ? കെട്ടി പാടുണ്ടോ? ഇവിടെ ഞെക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊരു വേദന. പിന്നെ ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ നീരൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് കാണുന്നവരെ അതൊരു ബൈ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ?